ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെൽസി വേഴ്സ് ക്രിസ്റ്റൽ പാലസ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തെക്കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് സീസണുകളായിട്ട്, പക്ഷേ ഈ സീസൺ ഞാൻ കമ്പയർ ചെയ്യുന്നല്ല, കഴിഞ്ഞ സീസൺ വളരെ അലമ്പായിരുന്നു. ഈ സീസണിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഒരു 3-4 മാച്ചസ് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരിക്കും, അപ്പാര ഫോമിലായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. പക്ഷെ ടോപ്പ് 4 വന്ന് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ആ ഒരു മത്സരത്തിൽ ആ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ചെൽസിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ എൻസോ ആയാലും അതുപോലെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് നല്ല മാച്ചസിൽ നല്ല ഫോമായിരുന്നു സാൻജോ, അതുപോലെ നിക്കലാസ് ജാക്സൺ. പക്ഷേ ഈ ഒരു ഫോം കൺസിസ്റ്റൻസി എന്നുള്ള ഒരു സംഭവം ചെൽസിയുടെ ആ ഒരു സ്ക്വാഡിലേക്ക് നോക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്താണ് ഇതിൻ്റെ ഒരു പ്രതിനിധി എന്ന് ചിലപ്പോൾ കോച്ചിന് വരെ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ഒരു സമനിലയോടുകൂടി 4-ാം സ്ഥാനത്തേക്ക് 35 പോയിൻറ്റുമായിട്ട് 4-ാം സ്ഥാനത്താണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടോപ്പ് 4 കൺഫേം ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ ഉള്ള ഒരു അവസ്ഥയിലല്ല ചെൽസിയുടെ കാരണം 20 മാച്ചസ് ഓൾറെഡി പ്ലേ ചെയ്ത് കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് അത്യാവശ്യം നല്ലൊരു ബിഗ് മാച്ചസ് ആണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്. ഈ ഒരു സെയിം പാറ്റേണിലാണ് പോകുന്നതെങ്കിൽ ഇനി വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. കാരണം അത്യാവശ്യം നല്ലൊരു സ്കോർ ഡെപ്ത് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് ഒരു ഫോം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നത് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.